ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ തിയറി നമ്മൾ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ എങ്ങനെയാണ് ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് വെച്ചിട്ട് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ്. ട്രാൻസാക്ഷൻസിന് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചു. എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്? 1/4/2021 നമുക്ക് സാലറി കിട്ടി. അതിൻ്റെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റെസീപ്റ്റാണ്. എനിക്ക് സാലറി കിട്ടിയത് എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു റെസീപ്റ്റാണ്, എൻ്റെ ഇൻകമാണ്. ഞാൻ കാറിന് പെട്രോൾ അടിച്ചു 2000 രൂപയ്ക്ക്. അപ്പോൾ അതൊരു പേയ്മെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷനാണ്. ലൈം ജ്യൂസ് കുടിച്ചു, അതൊരു പേയ്മെൻ്റാണ്, എക്സ്പെൻസുമാണ്. എക്സ്പെൻസ് പേയ്മെൻ്റാണ്. ലഞ്ച് എക്സ്പെൻസാണ്, പേയ്മെൻ്റാണ്. ബസ് ടിക്കറ്റ് പേയ്മെൻ്റാണ്. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. ഓട്ടോ ചാർജ് പേയ്മെൻ്റാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ഇനി ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട് ചെയ്യണം. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷനാണ് സാലറി റിസീവ്ഡ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശമുണ്ട്. സാലറി കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് 35,000 രൂപ ക്യാഷ് ഇങ്ങോട്ടേക്ക് കിട്ടി. സാലറി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇൻകമാണ്. ഞാൻ ഒരു മാസം എൻ്റെ എഫേർട്ട് അവിടെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ചിലവാക്കി. അപ്പോൾ ഞാൻ എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ജേണൽ എൻട്രിയിലേക്ക് പോകും. എനിക്ക് എന്താണ് കിട്ടിയത്? ക്യാഷാണ് കിട്ടിയത്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ്സ് ആണ്. അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അപ്പം അസറ്റ് വരുന്നത് റിയൽ അക്കൗണ്ടാണ്. അസറ്റാണ്, റിയൽ അക്കൗണ്ടിലാണ് ഇതിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളതിൻ്റെ റൂള് കിടക്കുന്നത്. അപ്പം ഇനി അടുത്തത് ഞാൻ നോക്കേണ്ടത് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ് എന്ന് നോക്കണം. റിയൽ അക്കൗണ്ടിൽ എന്തിനെ ഡെബിറ്റ് ചെയ്യും, എന്തിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി സാലറി എന്ന് പറയുന്നത് എൻ്റെ ഇൻകമാണ്. ഇൻകം വരുന്നത് ഏത് അക്കൗണ്ടിലായിരുന്നു നമ്മൾ റൂളിൽ പഠിച്ച? നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൽ വരുന്നതാണ് സാലറി എന്ന് പറയുന്നത്. പിന്നെ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് വശം കിട്ടിയെന്നോ, ഒന്ന് ക്യാഷാണ്, ഒന്ന് സാലറിയാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടാണ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്, അതുകൊണ്ട് റിയൽ അക്കൗണ്ടിൽ വരും. അപ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണെന്ന് നോക്കണം. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ പറയുന്നത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ അസറ്റ് എന്തെങ്കിലും കിട്ടിയാൽ, റിയൽ അക്കൗണ്ടിൽ നമ്മൾ പഠിത്തിരിക്കുന്ന എല്ലാ അസറ്റുകളെയാണ്. അസറ്റ് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിയാൽ ഡെബിറ്റ് ചെയ്യണം. ശരിയാണ്, ക്യാഷ് ഒരു അസറ്റാണ്. അപ്പം ക്യാഷ് എന്ത് വന്നു? കംസ് ഇൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി സാലറി എന്ന് പറയുന്നത് ഇൻകമാണ്. ഇൻകവും എക്സ്പെൻസും വരുന്നത് നോമിനൽ അക്കൗണ്ടിലാണ്. അപ്പം നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ഇൻകം. ഇൻകത്തെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു, അതിൻ്റെ രണ്ട് വശമുണ്ട്. 35,000 രൂപ ക്യാഷ് എനിക്ക് കിട്ടി. അപ്പോൾ എൻ്റെ ഇൻകമായിട്ട് എനിക്ക് 35,000 രൂപ അത് ഇൻകം ആയതുകൊണ്ട് അതിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് വശം. അപ്പോൾ ആ ട്രാൻസാക്ഷൻ തീർന്നു. ഇനി അടുത്തത്, കാറിന് പെട്രോൾ അടിച്ചു. അപ്പോൾ അതൊരു എക്സ്പെൻസാണ്. പെട്രോൾ അടിച്ചു. അപ്പം പെട്രോൾ അടിക്കുന്നതിൻ്റെ പർപ്പസ് എന്താ? ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് ഡെപ്റ്റർ. അപ്പോൾ ഇത് ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസാണ്. അപ്പോൾ ഏത് അക്കൗണ്ടിലാണ് അത് വരിക? നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. അപ്പോൾ എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് എക്സ്പെൻസസ്. എക്സ്പെൻസിന് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. നോക്കിയേ, ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. ഈ അസറ്റ് വരുന്നത് ഏത് അക്കൗണ്ടിലാണ്? റിയൽ അക്കൗണ്ടിലാണ്. അപ്പോൾ റിയൽ അക്കൗണ്ടിലാണ് അസറ്റ് വരിക. ക്രെഡിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ? റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്.
അപ്പോൾ നോക്കിയാൽ ഞാൻ ഡീസൽ മേടിച്ചപ്പോൾ എനിക്ക് ഡീസൽ ഇങ്ങോട്ട് കിട്ടി, ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അതുകൊണ്ട് അതിനെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അടുത്ത ട്രാൻസാക്ഷൻ ജ്യൂസ് കുടിച്ചു. നമ്മൾ ജ്യൂസ് കുടിച്ചു, ലഞ്ച് കഴിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം ഫുഡ് എക്സ്പെൻസ് ആണ്. അപ്പം നമുക്ക് ഫുഡ് എക്സ്പെൻസിൻ്റെ നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് എക്സ്പെൻസ് ഡെപ്റ്റർ. എന്താ കാരണം? ഫുഡ് കഴിച്ചു എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് വരുന്നത് ഏതിലാണ്? നോമിനൽ അക്കൗണ്ടിലാണ്. നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനുള്ള റൂൾ ഏതാ? ഡെബിറ്റ് എക്സ്പെൻസസ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റ് വരുന്നത് റിയൽ അക്കൗണ്ടിലാണ് അസറ്റ് വരിക. അപ്പം ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പം ജ്യൂസ് കുടിച്ചപ്പം 20 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ദെൻ അടുത്തത് ലഞ്ച് കഴിച്ചു. അപ്പോൾ ലഞ്ച് കഴിക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അപ്പം ലഞ്ച് കഴിച്ചാലും ജ്യൂസ് കുടിച്ചാലും ഇതിനെല്ലാം നമ്മൾ ഫുഡ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു. ഇത് നമ്മൾ നരേഷൻ്റെ എഴുതും എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് വൗച്ചർ ഉണ്ടാവും. ട്രാവലിംഗ് എക്സ്പെൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു വൗച്ചർ ഉണ്ടാവും, പേയ്മെൻറ്റ് വൗച്ചർ. ആ പേയ്മെൻറ്റ് വൗച്ചറിന് ഡീസൽ അടിച്ചതിൻ്റെ ബില്ലും ഉണ്ടാവും. അങ്ങനെ ഓരോ ട്രാൻസാക്ഷനെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് വൗച്ചർ ഉണ്ടാവും. വൗച്ചർ നമ്മൾ നോക്കണം. ഫുഡ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നോമിനൽ അക്കൗണ്ടിൽ വരുന്നതാണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് എന്നുള്ളത് അവിടെ ആപ്ലിക്കബിൾ ആയി. ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടിൽ വരുന്ന, ഇവിടെ ക്യാഷ് എന്ന് പറയുന്നൊരു അസറ്റാണ്. അസറ്റ് എന്ത് ചെയ്തു, പുറത്തേക്ക് പോയി. അപ്പോൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ള റൂൾ അവിടെ ഫുൾഫില്ലായി. ദെൻ വീണ്ടും അടുത്ത ട്രാൻസാക്ഷൻ, ബസ്സിൽ കയറിയപ്പോൾ ടിക്കറ്റ് എടുത്തു. അതും നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലേക്ക് ഇടാം. ഇപ്പോൾ ട്രാവലിംഗ് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അത് നോമിനൽ അക്കൗണ്ടിലാണ് വരിക. അതുകൊണ്ട് എന്ത് ചെയ്യും, ഡെബിറ്റ് നോമിനൽ അക്കൗണ്ട് റൂൾ എന്താ, എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ അക്കൗണ്ടിൽ വരുന്ന ഒരു അസറ്റാണ്. അതുകൊണ്ട് അസറ്റിൻ്റെ റൂൾ എന്താ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അടുത്തത് ഓട്ടോ ചാർജ്. ഓട്ടോറിക്ഷ വിളിച്ചു, അതിന് നമ്മൾ പൈസ 35 രൂപ ചിലവായി. ഇപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്, ഇനി ഗ്രൂപ്പ് ചെയ്തു. ട്രാവലിംഗ് എക്സ്പെൻസ് അതേതിൽ വരും, നോമിനൽ അക്കൗണ്ടിൽ വരും. നോമിനൽ അക്കൗണ്ടിലാണെങ്കിൽ ഡെബിറ്റ് ചെയ്യാനുള്ള റൂൾ എന്താ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ക്യാഷ്. ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടിൽ വരുന്ന ഒരു സംഭവം ആണ്. അപ്പം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്കാണ് പോയത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ള എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ജേണലൈസ് ചെയ്യും. ഇനി ജേണൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലെഡ്ജറിലേക്ക് വിടുക. ഇത് നോക്കി, ഇവിടെ 2 ലെഡ്ജറുണ്ട്. ക്യാഷിൻ്റെ ഒരു ലെഡ്ജറുണ്ട്. അപ്പം ക്യാഷ് ഇവിടെ ഡെബിറ്റ് ചെയ്തു. ഒരു ലെഡ്ജറിന് 2 സൈഡുണ്ട്, ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. ക്യാഷിൻ്റെ ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിൽ 35,000 എഴുതണം. എന്തെന്നും പറഞ്ഞാൽ എഴുതണ്ടേ, ക്യാഷ് നമുക്ക് എങ്ങനെ കിട്ടിയത്, സാലറി ആയിട്ടാണ് കിട്ടിയത്, അത് എഴുതും. സാലറിയുടെ അക്കൗണ്ടിലോ ക്രെഡിറ്റ് സൈഡിൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ 35,000 എഴുതും. ഇത് ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ ലെഡ്ജറിലേക്ക് 2,000 എഴുതും. ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ 2,000, ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 2,000. ഫുഡ് എക്സ്പെൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ 20, ക്യാഷ് ലെഡ്ജറിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 20. ഇത് ഫുഡ് എക്സ്പെൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ 80, ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 80. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. നോക്കി, സാലറി അക്കൗണ്ട് ഒരു ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താ, ഡേറ്റ് ഉണ്ടാവും, പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, എമൗണ്ട് ഉണ്ടാവും. ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അപ്പം നോക്കി, എല്ലാ ഇൻകത്തിനും ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇൻകം ഉണ്ടെങ്കിൽ സാലറിയുടെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് 35,000 സാലറി നമുക്ക് കിട്ടി ക്യാഷായിട്ട്. ഉണ്ടോ, സാലറി എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകമാണ്. ഇൻകത്തെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അതെങ്ങനെയാണ് കിട്ടിയത്, ക്യാഷായിട്ട്. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ ലെഡ്ജർ നോക്കി,
അപ്പോൾ ഇനി ഇവിടെ സാലറി അക്കൗണ്ട് ഡെപ്റ്റർ അല്ല, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി എന്ന് പറഞ്ഞു. അപ്പോൾ സാലറിയുടെ ക്രെഡിറ്റ് സൈഡിൽ 35,000 രൂപ ക്യാഷ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. ഈ സെയിം ഇനി നമ്മൾ ക്യാഷിൻ്റെ ലെഡ്ജറിലേക്ക് പോകും. ക്യാഷിൻ്റെ ലെഡ്ജറിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് വരിക? ബൈ സാലറി കേട്ടോ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി 35,000. ഇവിടെ എന്തായിരുന്നു? സാലറി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി, അതായത് സാലറി ക്രെഡിറ്റഡ് ഡെബിറ്റ് സാലറി. ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ ക്യാഷിൻ്റെ നോക്കി, ക്യാഷ് എവിടെ നിന്നൊക്കെ കിട്ടി എന്നുള്ളത് ഈ സൈഡിലും ഡെബിറ്റ് സൈഡിലും, ക്യാഷ് എങ്ങനെ ചിലവാക്കി എന്ന് ക്രെഡിറ്റ് സൈഡിലും എഴുതും. ഇനി ഇൻകത്തിൻ്റെ ആണെങ്കിൽ എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടി എന്നുള്ളത് ഇവിടെ എഴുതും. ഇൻകത്തിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും എഴുതും. ഇനി അടുത്ത് നോക്കി ട്രാവലിംഗ് എക്സ്പെൻസ്. അപ്പം ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് 2,000 ഉണ്ടോ ബൈ ക്യാഷ്. ട്രാവലിംഗ് എക്സ്പെൻസ് ഡെപ്റ്റർ ക്യാഷ്. അപ്പോൾ ഇതിവിടെ നോക്കി, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഈ സൈഡിലും, എക്സ്പെൻസ് കുറഞ്ഞാൽ ഈ സൈഡിലും, സാലറി കൂടിയാൽ ഈ സൈഡിൽ, സാലറി കുറഞ്ഞാൽ ഈ സൈഡിൽ. അടുത്തത് ഫുഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ഫുഡ് എക്സ്പെൻസിൻ്റെ ലെഡ്ജറിൽ 20 രൂപ എഴുതും. എങ്ങനെ എഴുതുക? അപ്പോൾ ലെഡ്ജറുകൾ എന്താണെന്ന് ഒന്നുകൂടെ പറയാം. ഇപ്പോൾ സാലറി, നമുക്ക് ഏതൊക്കെ ഡേറ്റിൽ സാലറി കിട്ടി എന്നുള്ളത് നമ്മൾ സാലറിയുടെ എവിടെ നിന്നൊക്കെ സാലറി കിട്ടി, ഏതൊക്കെ ഡേറ്റിൽ കിട്ടി എന്നുള്ളത് സാലറിയുടെ ലെഡ്ജർ, സാലറി മാത്രമാണ് ഈ ലെഡ്ജറിൽ എഴുതുക. ട്രാവലിംഗ് എക്സ്പെൻസ്, ഏതൊക്കെ ഡേറ്റിൽ ട്രാവലിംഗ് എക്സ്പെൻസ് വന്നു, ഒരു മാസത്തെ ആയിരിക്കാം, ഒരു വർഷത്തെ ആയിരിക്കാം, ചിലപ്പോൾ ഹാഫ് ഇയർ ആവാം, 3 മാസത്തെ ആവാം, ഏതൊക്കെ ഡേറ്റിൽ നമുക്ക് കിട്ടി എന്നുള്ളത് കാണിക്കും. ഫുഡ് എക്സ്പെൻസ് ഏതൊക്കെ ഡേറ്റിൽ വന്നു. ഇനി ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എടുക്കുന്നത്. നോക്കി, ക്യാഷ് എവിടെ നിന്നൊക്കെ വന്നു, എങ്ങനെയൊക്കെ ചിലവായി, ബാലൻസ് എത്രയുണ്ട്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രയൽ ബാലൻസ് വരയ്ക്കുക. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ച എല്ലാ ലെഡ്ജറിൻ്റെയും ക്ലോസിംഗ് ബാലൻസുകൾ മാത്രമേ എടുത്തെഴുതുള്ളൂ. അപ്പോൾ നോക്കി, നമ്മൾ ഓരോ ട്രാൻസാക്ഷനെ എല്ലാം നമ്മൾ ആദ്യം എന്താ വേണ്ടത്, ഐഡൻറ്റിഫൈ ദ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജേണൽ എഴുതും. ജേണൽ എഴുതുമ്പോൾ നോക്കി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി, അങ്ങനെ നമ്മൾ ഓരോ എൻട്രീസിനെ നമ്മൾ ജേണലൈസ് ചെയ്യും. ജേണലൈസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് നോക്കി തന്നെ പഠിക്കണം. ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഇതിൻ്റെ ബേസിക്. അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് ഡെപ്റ്റർ ടു ക്യാഷ്, എന്താ കാരണം, നോമിനൽ അക്കൗണ്ടാണ്, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് പുറത്തേക്ക് പോയി, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു.
അങ്ങനെ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ ജേണൽ എൻട്രി എഴുതി. എന്നിട്ട് അതിനെ നമ്മൾ ഓരോ ലെഡ്ജറിലേക്ക് എന്ത് ചെയ്തു മാറ്റി. ഒരു ട്രാൻസാക്ഷൻ രണ്ട് വശമുണ്ട്, ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും ആയിരിക്കും. അപ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ രണ്ട് ലെഡ്ജർ ഉണ്ടാവും. ആ രണ്ട് ലെഡ്ജർ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഡെബിറ്റും ക്രെഡിറ്റും ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇനി നമ്മൾ ഈ ജേണൽ എൻട്രിയിൽ നിന്ന് നമ്മൾ ഓരോ ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ക്യാഷ് ഡെബിറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇത് ക്യാഷ് ലെഡ്ജറിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതും 35,000. ദെൻ ഇനി അടുത്തത് ക്യാഷ് ഇവിടെ ഉണ്ട്, ട്രാവലിംഗ് എക്സ്പെൻസ്. ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മളത് ലെഡ്ജേഴ്സിലേക്ക് പോകുമ്പോൾ ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞെഴുതും. ദെൻ ഇതുണ്ട്, വീണ്ടും ക്യാഷിന് ക്രെഡിറ്റ് ആണ്, ഫുഡ് കഴിച്ച വകയിലാണ്. അപ്പോൾ നമ്മളത് ഇവിടെ കൊണ്ടുവന്നിട്ട് കണ്ടോ കുറയും. ഫുഡ് എക്സ്പെൻസ് ക്യാഷ് ഇൻക്രീസ് ചെയ്താൽ ഈ സൈഡിലും ഡിക്രീസ് ചെയ്താൽ ഈ സൈഡിലുമാണ് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കും. സാലറിയുടെ ക്ലോസിംഗ് ബാലൻസ് 35,000 ആണ്. അപ്പോൾ കുറവുള്ള സൈഡിലേക്കാണ് നമ്മൾ ഈ ക്ലോസിംഗ് ബാലൻസ് എടുത്ത് എഴുതേണ്ടത്. ഇവിടെ നോക്കിയാൽ ട്രാവലിംഗ് എക്സ്പെൻസ് 2,060 രൂപയാണ്. ക്ലോസിംഗ് ബാലൻസ് ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതി. ഫുഡ് കഴിച്ചതിന് 100 രൂപയായി. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ എഴുതി. ക്യാഷ് 35,000 കിട്ടി. കാര്യങ്ങളെല്ലാം കുറച്ച് ബാലൻസ് ക്യാഷ് 32,840 ഉണ്ട്. ഇനിയാണ് നമ്മൾ ട്രയൽ ബാലൻസ് വരയ്ക്കുക. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വരച്ചിരിക്കുന്ന ലെഡ്ജേഴ്സിൻ്റെ എല്ലാം ഓരോ പേര് ഒരൊറ്റ പ്രാവശ്യം, ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അതിൻ്റെ എമൗണ്ട് എഴുതുന്നത് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്, ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ എല്ലാ ലെഡ്ജറിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് എടുത്ത് എഴുതുന്ന ഷീറ്റാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുക. അത് ഡെബിറ്റ് ആയിരിക്കും ക്രെഡിറ്റ് ആയിരിക്കും. നമ്മൾ നോക്കുക, ഇൻകത്തിനെല്ലാം ക്രെഡിറ്റ് ബാലൻസും എക്സ്പെൻസിനെല്ലാം ഡെബിറ്റ് ബാലൻസും ആയിരിക്കും. ട്രാവലിംഗ് എക്സ്പെൻസ് 2,060. അപ്പോൾ നമുക്കിത് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ലോജിക്കുണ്ട്. കുറവുള്ള സൈഡിലേക്കാണ് എടുത്തെഴുതുക. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് വന്നത് ട്രയൽ ബാലൻസിലേക്ക് പോകുമ്പം അത് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് മാറും. കാരണം ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഇവിടെ നോക്കിയാൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വന്നേക്കുന്ന ഒരു സാധനം നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് പോകുമ്പോൾ അത് ഡെബിറ്റ് സൈഡിലേക്ക് വരും. എല്ലാ എക്സ്പെൻസുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ്, എല്ലാ ഇൻകത്തിനും ക്രെഡിറ്റ് ബാലൻസ് ആണ്, എല്ലാ അസറ്റിനും ഡെബിറ്റ് ബാലൻസ് ആണ്, എല്ലാ ലയബിലിറ്റിക്കും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ സാലറി മൊത്തം 35,000 കിട്ടി. ട്രാവലിംഗ് എക്സ്പെൻസ് മൊത്തം 2,060 രൂപ വന്നു. ഫുഡ് എക്സ്പെൻസ് 100 രൂപ വന്നു. ക്യാഷ് 32,840. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ പി ആൻഡ് എൽ വരയ്ക്കുന്നത്. പി ആൻഡ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പി ആൻഡ് എല്ലിന് രണ്ട് വശമുണ്ട്, ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും. അഥവാ ഡെബിറ്റ് ഇടതുവശം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസും വലതുവശം എന്ന് പറയുന്നത് ഇൻകവും എഴുതാനാണ്. അപ്പോൾ സാലറി 35,000 ഇൻകം ഉണ്ടായിരുന്നു. സാലറി 35,000 ഇൻകത്തിൽ എഴുതി. ട്രാവലിംഗ് എക്സ്പെൻസ് സൈഡിൽ എഴുതും. ഫുഡ് എക്സ്പെൻസ് സൈഡിൽ എഴുതും. ക്യാഷ് ബാലൻസ് എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റ് എഴുതേണ്ടത് ബാലൻസ് ഷീറ്റിലാണ്. അപ്പം ഇത് പി ആൻഡ് എല്ലിലേക്ക് പോകേണ്ടതാണ്. പി ആൻഡ് എല്ലിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് സൈഡാണ്? ഇൻകം സൈഡാണ്. ഇൻകം സൈഡിലേക്ക് പോകും. ഇതോ ട്രാവലിംഗ് എക്സ്പെൻസ് പി ആൻഡ് എല്ലിലേക്കാണ് പോകേണ്ടത്. അതിൻ്റെ എക്സ്പെൻസ് വശത്തേക്ക് പോകും. ഇതും പി ആൻഡ് എല്ലിലേക്കാണ് പോകേണ്ടത്. പി ആൻഡ് എല്ലിൻ്റെ എക്സ്പെൻസ് വശത്തേക്ക് പോകും. ഇത് പോകേണ്ടത് ബാലൻസ് ഷീറ്റിലേക്കാണ്. അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് വരേണ്ടത്. നോക്കിയേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇടതുവശത്ത് എക്സ്പെൻസും അതിനു വേണ്ടി വന്നേക്കുന്ന ചിലവുകളും, വലതുവശത്ത് ഇൻകവും അതിൻ്റെ എമൗണ്ടുകളുമാണ് എഴുതുക. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. നമുക്ക് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരാം. ഇനി ബാലൻസ് ഷീറ്റ് കണ്ടോ, പ്രോഫിറ്റ് ഓണർക്ക് അവകാശപ്പെട്ടതാണ്. അത് ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. ഈ പ്രോഫിറ്റ് ഓണർക്ക് കൊടുക്കണം. ആ പ്രോഫിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്യാഷും കയ്യിലുണ്ട്. ബാലൻസ് ഷീറ്റ്. പിന്നെ നമ്മൾ പോകുന്നത് ഇതെങ്ങനെയാണ് ടാലി പ്രൈമിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ലെഡ്ജറിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്യണം, ആദ്യം നോക്കേണ്ടത് എത്ര ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ട്രയൽ ബാലൻസ് നോക്കണം.
സാലറിയുടെ ഒരു ലെഡ്ജർ വേണം, ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ ഒരു ലെഡ്ജർ വേണം, ഫുഡ് എക്സ്പെൻസിൻ്റെ ലെഡ്ജർ വേണം, ക്യാഷിൻ്റെ വേണം. അപ്പോൾ 1, 2, 3, 4 ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ടാലിയിൽ വന്നു കഴിയുമ്പോൾ ടാലിയിൽ 2 ലെഡ്ജർ ഓൾറെഡി ഉണ്ടാവും. ക്യാഷിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ലെഡ്ജർ ടാലിയിൽ ഓട്ടോമാറ്റിക്കലി ഡിഫാൾട്ട് അത് ക്രിയേറ്റ് ചെയ്തോളും. ഒരിക്കലും ഒരു കമ്പനിയിൽ ക്യാഷിൻ്റെ ലെഡ്ജറും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മളപ്പം ക്യാഷ് ഒഴിവാക്കിയിട്ട് 3 ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് എടുക്കുക. ക്രിയേറ്റിൽ ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ലെഡ്ജർ എടുക്കുക. അപ്പോൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ വരും. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് സാലറിയാണ്. സാലറി ഈ അണ്ടർ എന്ന് പറയുന്നത് സാലറീനെ ഏത് ഗ്രൂപ്പിലേക്ക് വിടണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം സാലറി എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻകമാണ്. ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കിട്ടുന്ന ഇൻകം. ഇവിടെ GST നോട്ട് ആപ്ലിക്കബിൾ ആണ് കൊടുക്കേണ്ടത്. ഇതെ സാലറി കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. ട്രാവലിംഗ് എക്സ്പെൻസ് അത് നമുക്ക് വേണമെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പെടുത്താം. കാരണം നമ്മൾ ഈ ട്രാവലിംഗ് പോയത് ജോലിക്ക് പോയപ്പോൾ പെട്രോൾ അടിച്ചതല്ല, നമ്മൾ ടൂർ പോയപ്പോൾ പെട്രോൾ അടിച്ചത്. അതേസമയം നമ്മൾ ജോലിക്ക് പോയപ്പോൾ പെട്രോൾ അടിച്ചതാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻകം ഏൺ ചെയ്യാൻ നേരിട്ട് വന്ന ചിലവുകളാണ്. ഇവിടെ GST നോട്ട് ആപ്ലിക്കബിൾ. GST ഇല്ലാത്ത എല്ലാ ലെഡ്ജറിനും നോട്ട് ആപ്ലിക്കബിൾ ആണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അവിടെ റിട്ടേണിൽ എറർ കാണിക്കും. അടുത്തത് ഫുഡ് എക്സ്പെൻസ് ആണ്. ഈ ഫുഡ് എക്സ്പെൻസ് നമ്മൾ ജോലിക്ക് പോയപ്പോൾ കഴിച്ച ഫുഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ സാലറി ഏൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ജോലിക്ക് പോയി, ആ സമയത്ത് കഴിച്ച ഫുഡ് ആയതുകൊണ്ട് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ജോലിക്ക് പോയതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്, ഒരു ദിവസം ലഞ്ച് കൊണ്ടുപോയില്ല, അപ്പോൾ നമ്മൾ ജോലിക്ക് പോയി പുറത്തുനിന്ന് കഴിച്ചപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു. ഇനി നമ്മൾ ജേണൽ എൻട്രി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ട്രാൻസാക്ഷനിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. അപ്പം ഇപ്പോൾ കാണുന്ന സ്ക്രീനാണ് സിംഗിൾ എൻട്രി മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ കിടക്കുന്നത്. അപ്പം നമുക്കിവിടെ ചേഞ്ച് മോഡ് എടുക്കുക. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ചേഞ്ച് മോഡ് എടുത്തിട്ട് ഡബിൾ എൻട്രി മോഡിലേക്ക് മാറ്റുക. ഡബിൾ എൻട്രി മോഡിലേക്ക് വരുമ്പോൾ കണ്ടോ ജേണൽ എൻട്രി എങ്ങനെയായിരുന്നു? നമുക്കിനി ജേണൽ എൻട്രി നോക്കാം. ആദ്യത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി, അതൊരു റെസീപ്റ്റ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ റൈറ്റ് സൈഡിൽ F4 കോൺട്രയുണ്ട്. കോൺട്ര എന്ന് പറയുന്നത് ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോവൽ ചെയ്യുമ്പോഴും ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാൻ എടുക്കുന്ന വൗച്ചറാണ് കോൺട്ര വൗച്ചർ ടൈപ്പ്. അടുത്തത് F5 പേയ്മെൻ്റ് ആണ് ഇവിടെ നിൽക്കുന്നത്. പേയ്മെൻ്റ് എന്ന് പറയുന്നത് ക്യാഷ് പേയ്മെൻറ്റ് നടത്തുമ്പം. F6 റെസീപ്റ്റ്, നമ്മൾ എന്തെങ്കിലും റിസീവ് ചെയ്യുമ്പോൾ സാലറി നമ്മൾ റിസീവ് ചെയ്യുകയാണ് ചെയ്തത്, അതുകൊണ്ട് റെസീപ്റ്റ് വൗച്ചറിൽ വേണം എൻ്റർ ചെയ്യാനായിട്ട്. ജേണൽ എന്ന് പറയുന്നത് F7 ആണ്. ജേണൽ എന്ന് പറയുന്നത് നോൺ ക്യാഷ് എൻട്രി ഇടാനാണ്. F8 സെയിൽസ്, F9 പർച്ചേസ്. ഓരോ ട്രാൻസാക്ഷനും വൗച്ചർ ടൈപ്പ് വ്യത്യാസമുണ്ട്. നമ്മളിവിടെ നോക്കുക, ഡേറ്റ് 1/4 ആണ്. സാലറി എങ്ങനെയാണ് ജേണൽ എൻട്രി എങ്ങനെയാണ് വന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ എൻട്രി ഇടാനായിട്ട് വരുമ്പോൾ 2ഉം by എന്നായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അത് നമുക്കിവിടെ F12 കോൺഫിഗറേഷനിൽ പോയിട്ട് എന്ത് ചെയ്യാം, യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് 2 by എന്നുള്ള ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുക. ഇത് ബിഗിനേഴ്സ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ, ആദ്യമായിട്ട് ചെയ്യുന്നവർ. നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ Ctrl+A അടിക്കാം. ഷോർട്ട് കട്ട് കീയാണ് Ctrl+A. അതല്ല എങ്കിൽ നമ്മളിവിടെ എൻ്റർ അടിച്ചേക്കുക. അപ്പം
ജേണൽ എൻട്രി നോക്കി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി ആണ്. അപ്പോൾ സാലറി എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം 35,000. ക്യാഷിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം 35,000. ഓക്കെ. അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക, ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് പേയ്മെൻറ്റ് വൗച്ചറിലാണ്. അപ്പോൾ നമ്മൾ F5 വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ് ഡെപ്റ്റർ 2,000. ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? ക്യാഷിനെയാണ്. ഇപ്പോൾ ഇതുണ്ടോ, ട്രാവലിംഗ് എക്സ്പെൻസ് 2,000 വന്നു, ക്യാഷ് 33,000 ആയിട്ട് കുറഞ്ഞു. സേവ് ചെയ്യുക, എൻ്റർ അടിച്ച് അക്സെപ്റ്റ് എസ് ഓർ നോ എന്ന് കഴിയുമ്പം എൻ്റർ അടിക്കുക. അടുത്തത് ഫുഡ് എക്സ്പെൻസ് 20 രൂപ. അപ്പോൾ ഫുഡ് എക്സ്പെൻസ് ഡെപ്റ്റർ ടു ക്യാഷ്. ഇവിടെ ഈ ഫുഡ് എക്സ്പെൻസിന് GST ആപ്ലിക്കബിൾ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അതുകൊണ്ടാണ് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ കയറി വന്നത്. നമുക്കൊരു ലെഡ്ജർ നിന്നോടത്തു നിന്ന് നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് പുറകോട്ട് എൻ്റർ അടിച്ചാൽ മുമ്പോട്ട് പോവും, ബാക്ക് സ്പേസ് അടിച്ചാൽ പുറകോട്ട് വരും. എൻ്റർ അടിച്ച് ഫുഡ് എക്സ്പെൻസിൽ വന്ന് നിൽക്കുക. ഇങ്ങനെ ഈ മഞ്ഞ കളറിൽ വന്നു കഴിയുമ്പം കൺട്രോൾ എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ലെഡ്ജർ നമ്മൾ നിൽക്കുന്ന സ്ക്രീനിൽ തന്നെ നിന്നുകൊണ്ട് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്യാഷ് 20, നരേഷൻ നമ്മൾ എഴുതി കൊടുക്കേണ്ടതാണ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയേ, ഫുഡ് എക്സ്പെൻസ് ഡെപ്റ്റർ ടു ക്യാഷ്. ഡേറ്റ് നോക്കണം, 2-ാം തീയതിയാണ്. അപ്പോൾ ഡേറ്റ് മാറ്റാനായിട്ട് F2 പ്രസ് ചെയ്യുക. അപ്പോൾ 2-4 വരും, എൻ്റർ അടിക്കുക. ഇനി ഏത് ഡേറ്റാണ് വേണ്ടത് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് വന്നോളും. 2-4 ജേണൽ എൻട്രി ഫുഡ് എക്സ്പെൻസ് ഡെപ്റ്റർ എത്രയാണ് എമൗണ്ട്? 80 രൂപ. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷിനെയാണ്. അടുത്ത ട്രാൻസാക്ഷൻ 2-4 വീണ്ടും ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ട്. 2-4 വീണ്ടും 2-4 തന്നെയാണ്, ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. ഡെപ്റ്റർ 25 രൂപ ടു ക്യാഷ്. ദെൻ ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ, പേജ് അപ്പ് അടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇട്ട എൻട്രി നമുക്ക് അവിടെ കയറി വരും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ഇനി അടുത്തത് വീണ്ടും ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. 2-4 ട്രാവലിംഗ് എക്സ്പെൻസ് 35 രൂപ വരും. ക്യാഷ്. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ എൻട്രിയും ഇട്ട് കൊടുത്തു. നമ്മൾ ഇട്ട് കൊടുത്ത എൻട്രി കാണണമെങ്കിൽ നമുക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ തിരിച്ച് പുറത്തിറങ്ങാനായിട്ട് അക്കൗണ്ടിങ് വൗച്ചേഴ്സിന് പുറത്തിറങ്ങാനായിട്ട് എസ്കേപ്പ് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. ക്വിറ്റ് എസ് ഓർ നോ വരുമ്പം യെസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റർ അടിക്കുകയോ ചെയ്താൽ മതി. നമ്മൾ വീണ്ടും ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരും. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡേ ബുക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മളിട്ട എല്ലാ എൻട്രിയും നമുക്ക് കാണാം. ഇതിപ്പം 2-ാം തീയതിയിലെ മാത്രം എൻട്രിയാണ്. നമുക്ക് 1-ാം തീയതിയിലേയും കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പീരീഡ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ F2 ഇവിടെ ഒരു ആരോ ഉണ്ട്, അതിൽ പീരിയഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. 1-4 to 2-4 കൊടുക്കുക. അപ്പോൾ നമ്മളിട്ട എല്ലാ ട്രാൻസാക്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ വ്യൂ കാണണമെങ്കിൽ Alt F1 പ്രസ് ചെയ്യുക. Alt F1 നോക്കിയേ, ട്രാവലിംഗ് എക്സ്പെൻസ് ഡെപ്റ്റർ ടു ക്യാഷ്, ഫുഡ് എക്സ്പെൻസ് ഡെപ്റ്റർ ടു ക്യാഷ്, സാലറി, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ എല്ലാ ജേണൽ എൻട്രിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട്, കറണ്ട് പേജ്, ഇത് നമുക്ക് കോൺഫിഗർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമുക്കിവിടെ എസ് കൊടുക്കാം. ഇപ്പോൾ ഷോ നരേഷൻസ് ആണ്. യെസ് നോ, പണ്ടൊക്കെ എസ് നോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ആ മഞ്ഞ കളറിൽ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്താൽ മതി? മഞ്ഞ കളറിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ എസ് ആണെങ്കിൽ നോ ആണെങ്കിൽ എസ് ആവും, എസ് ആണെങ്കിൽ നോ ആവും. ഓൾ വൗച്ചേഴ്സ്, ഇവിടെ ഫയൽ ഫോർമാറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക്
ഇത്രയും ഫോർമാറ്റിലേക്ക് നമുക്കിവിടെ PDF നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് ഏത് ഫോൾഡറിലേക്കാണ് പോകുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ടാലി പ്രോഗ്രാം ടാലി പ്രൈമിലേക്കാണ്. ഫയൽ നെയിം ഡേ ബുക്ക് ഇത് നമുക്കിവിടെ മാറ്റി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എൻ്റർ അടിച്ചാൽ ഇനി ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, Ctrl A അടിച്ചിട്ട് പുറത്ത് വരിക. എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, സെൻഡ് കൊടുക്കുക. ഇനി ഈ സെൻഡ് ചെയ്തേക്കുന്ന ഫയൽ ടാലി പ്രൈം എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണിത് പോയിട്ടുണ്ടാവുക. ടാലി പ്രൈം പോയിട്ട് നമ്മൾ ടാലി പ്രോഗ്രാം ഫയൽസ് ടാലി പ്രൈം 1 ഡേ ബുക്ക് അപ്പോൾ ഇത് നമുക്ക് ഒരു എക്സലിലേക്കോ PDF-ലേക്കോ JPG ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിവിടെ വന്ന് നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. PDF-ൽ നമുക്ക് ഓപ്പണായിട്ട് വന്നോളൂ. കമ്പനിയുടെ പേര് ഡേ ബുക്ക് 1 എന്നാണ്. ഇപ്പോൾ നോക്കിയാൽ പേയ്മെൻ്റ് ആണ്. ട്രാവലിംഗ് എക്സ്പെൻസ് ഡെപ്റ്റഡ് ടു ക്യാഷ്, ഫുഡ് എക്സ്പെൻസ് ഡെപ്റ്റഡ് ടു ക്യാഷ്, സാലറി ക്രെഡിറ്റഡ് ടു ക്യാഷ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സാലറി ആണ്. സാലറിക്ക് ക്രെഡിറ്റ്, ക്യാഷിന് ഡെബിറ്റ്. നോക്കി ട്രാവലിംഗ് എക്സ്പെൻസിന് ഡെബിറ്റ്, ക്യാഷിന് ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിലാണെങ്കിൽ അക്കൗണ്ട് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കും. എന്നിട്ട് ഓരോ ട്രാൻസാക്ഷനും സപ്പോർട്ട് ചെയ്യുന്ന വൗച്ചേഴ്സും വെക്കും. ഇതാണ് നമ്മൾ ഓഡിറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മളിപ്പം ടാലിയിൽ നമ്മൾ ജേണൽ എൻട്രി മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. മറ്റേ നമ്മൾ മാനുവലി ചെയ്തപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എഴുതി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തു, അവിടുന്ന് ട്രയൽ ബാലൻസ് ഉണ്ടാക്കി, പിന്നെ P&L ഉണ്ടാക്കി, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി. ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പക്ഷെ ടാലിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി മാത്രമേ ഇട്ട് കൊടുത്തോളൂ. നമുക്കിത് P&L റിപ്പോർട്ട്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക, Alt F1 അടിക്കുക. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടി. കണ്ടോ? അപ്പോൾ നമ്മൾ ടാലിയിലാണെങ്കിൽ നമ്മൾ ജേണൽ എൻട്രി മാത്രം ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, 32,840 രൂപ പ്രോഫിറ്റും നമുക്ക് കിട്ടി. ഇത് തന്നെയാണ് നമ്മൾ മാനുവലി ചെയ്ത് വെച്ചിരിക്കുന്ന P&L-ലും നമുക്ക് കിട്ടിയത്. ഈ സെയിം പ്രോഫിറ്റ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുക. കണ്ടോ, 32,840. ഇനി ഈ ബാലൻസ് ഷീറ്റ് ഇതൊക്കെ നമ്മൾ മാനുവലി ഉണ്ടാക്കിയതാണ്. സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ജേണൽ എൻട്രി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ബാലൻസ് ഷീറ്റ് സിസ്റ്റം ചെയ്തോളൂ. Alt F1 അടിക്കുക. അപ്പോൾ നോക്കിയാൽ കണ്ടോ, 32,840 പ്രോഫിറ്റും 32,840 ക്യാഷ് ഇൻ ഹാൻഡും കിട്ടി. ഇനി നമുക്ക് ട്രയൽ ബാലൻസ് നോക്കണം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ പോവുക, എന്നിട്ട് ട്രയൽ ബാലൻസ് Alt F1 പ്രസ് ചെയ്യുക. ഇതുണ്ടോ, ട്രയൽ ബാലൻസും ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ലെഡ്ജർ ഓരോന്ന് എടുത്ത് നോക്കണം. ഇവിടെ ലെഡ്ജർ എടുക്കാനായിട്ട് പാത്ത് ഇതാണ്. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്, അക്കൗണ്ട്സ് ബുക്ക്, അക്കൗണ്ട്സ് ബുക്കിൽ ലെഡ്ജർ, ഫുഡ് എക്സ്പെൻസിൻ്റെ ലെഡ്ജർ എടുക്കണം. കണ്ടോ, ഫുഡ് എക്സ്പെൻസിൻ്റെ ലെഡ്ജറിൽ 2 ട്രാൻസാക്ഷൻ. ഇത് നമ്മൾ മാനുവലി നമ്മളിവിടെ എന്ത് ചെയ്യേണ്ട വന്നു, വരയ്ക്കേണ്ടതായിട്ട് വന്നു. 20, 80. ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമ്മൾ ക്യാഷിൻ്റെ ലെഡ്ജർ എടുക്കും.
ഡിസ്പ്ലേ അക്കൗണ്ട്സ് ബുക്ക്, ലെഡ്ജർ, ക്യാഷ് ഉണ്ടോ. ഇത് Alt F1 അടിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇത് തന്നെയാണ് നമ്മളിവിടെ ക്യാഷിൻ്റെ ലെഡ്ജറിൽ നമ്മൾ ചെയ്തേക്കുന്നത്. കണ്ടോ, ക്യാഷ് എവിടെ നിന്നൊക്കെ വന്നു. ഇനി നമ്മൾ ടാലിയിലേക്ക് വരുമ്പോൾ കണ്ടോ, T ഫോർമാറ്റിലല്ല, ഡെബിറ്റും ക്രെഡിറ്റും ഉള്ളൂ. 2 എമൗണ്ട് കോളം ഉള്ളൂ. പർട്ടിക്കുലേഴ്സിന് ഒറ്റ കോളവും 2 എമൗണ്ട് കോളവും ആണുള്ളത്. ഇനി ഈ ലെഡ്ജറും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. PDF-ലാണ്, C പ്രോഗ്രാം ഫയലിലേക്കാണ് പോകുന്നത്. സെൻഡ് ചെയ്യാം. നമുക്കത് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ക്യാഷിൻ്റെ ലെഡ്ജറാണ് വന്നേക്കുന്നത്. നമ്മൾ ടാലിയിൽ നമ്മൾ എന്താ ചെയ്തത്, ജേണൽ എൻട്രി മാത്രം ഇട്ട് കൊടുത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം സിസ്റ്റം എന്ത് ചെയ്തോളും. അപ്പോൾ ഈ ഒരു നോളജാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത് ബൈ പ്രാക്ടീസ് നമുക്ക് ഉണ്ടായിക്കോളും. അപ്പം നിങ്ങളെല്ലാവരും ഈ പ്രോബ്ലം വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.